ആദ്യം പ്രാർത്ഥന. വേണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. മറ്റേ ഫയൽ എടുക്ക്. ഈ ഫയലുണ്ട്. ഇതോ ഇതല്ല. എന്താ കണക്ക് ചോദിച്ചപ്പോ രണ്ടുപേരും കൂടി തപ്പുന്ന? അല്ല, ധനകാര്യം മൂപ്പരല്ലേ, മൂപ്പർ ആദ്യം കണക്ക് വെക്കട്ടെ. അത് പറയാൻ താനാരാ? ഈ താൻ ആരാന്ന് ചോദിക്കാൻ താനാരാ? നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഗതാഗതത്തിന്റെ കണക്കാണ്? ഗതാഗത വകുപ്പ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കണക്ക് ബോധ്യപ്പെടുത്താൻ നമ്മളെക്കാൾ ബാധ്യത ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഈ കോശാനാണ്. എനിക്കിനി വയ്യാട്ടോ. ഇത്രയും കാലം ധനകാര്യം ഞാൻ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ചില്ലി കാശിന്റെ കൈക്കൂലിയോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഈ കോഴിശ്ശേരി തറവാട്ടിലെ കാരണവരായ കുറുപ്പ് മുതലാളിന് ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അള്ളാണ് സേവിച്ച് സേവിച്ച് നിങ്ങളത് നോക്കി നമ്മളെ എല്ലും തോലിയായി. നിങ്ങളത് കാണണ്ടോ മുതലാളി? എല്ലും തോലും. കണക്ക് ആവശ്യപ്പെടുമ്പോ എപ്പോഴും വഴക്കും വക്കാണവും. നിങ്ങൾ ആരാ എന്റെ കാര്യസ്ഥന്മാര് തന്നല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യണം. അടുത്ത ആഴ്ച മുതൽ എല്ലാ കണക്കുകളും എന്നെ ബോധ്യപ്പെടുത്തണം. അതും പകല്. രാത്രിയുള്ള ഇടപാടേ വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്റെ അനന്തരവന്മാരില്ലേ രാകേഷും രമേഷും, എത്രയും വേഗത്തിൽ അവരെ കത്തയച്ചു വരുത്തണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അത് വേണം. എന്റെ അഭിപ്രായത്തിൽ അതിപ്പം വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. സാറേ, ഇതാണ് എന്റെ അച്ഛൻ, ചെലവിന് തരാത്ത കഞ്ചൻ. ഇന്ന് ഓമനക്കുട്ടിന് കിട്ടും, നോക്കിക്കോ. ഓ, കിട്ടാനൊന്നുമില്ലേ? നമുക്ക് കാണാലോ. കാണാനെന്തുവാ, കൊന്നുകളയോ അവൻ? ആ 3 കാര്യസ്ഥന്മാരും ഓമനയെ വെറുതെ വിടുന്ന വിചാരം? ചേടാ, അതിന് ഞാനെന്ത് കുറ്റം ചെയ്തെന്നാ? ഇപ്പൊ സമയം എത്രയായെന്നറിയോ? പതിവിലും 1 മണിക്കൂർ വൈകിയല്ലേ ഓമന എത്തിയത്? എന്ന് പറഞ്ഞാൽ എന്റെ ലൈലെ പല പല ജോലികളല്ലേ ലൈലെ, ഓരോന്ന് ഒതുക്കാതെ വരാൻ പറ്റുമോ? അവിടെ മരുണ്ടി ചെന്നാലും കിട്ടുമല്ലേ? ആ 3 സ്റ്റഡ് മിസൈലുകളാ. ഓ, സ്റ്റഡ് മിസൈൽ ആണെങ്കിലേ ഞാൻ പേട്രിയോട്ട് മിസൈലാ കേട്ടാ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ. നീ ഞങ്ങളെ പറ്റി എന്താ ധരിച്ചത്? നിനക്ക് തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും ഇതെന്താ സത്ര? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ വരട്ടാതെ കോശി സാറേ കേട്ടാ. ഞാനും ഈ നാട്ടുകാരൻ തന്നെ. പിന്നെ കോട്ടുളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരും ഒന്നുമല്ല. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം, അതാ എന്റെ മര്യാദ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മര്യാദ എനിക്കിതാ. ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം. അതെ, നീ ഒരു ചെത്തുകാരനാ. ചെത്തുകാരന്റെ നിലയ്ക്ക് ഉണ്ടാ മതി. ഓഹോ, അപ്പൊ എല്ലാരോടെ ചേർന്ന് എന്നെ ഭരിക്കാൻ നോക്കല്ലേ? അയ്യേ, അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. അധികം വിളച്ചിൽ എന്നോട് കാണിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ഈ വെട്ടിപ്പ്, തട്ടിപ്പ്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ചെന്ന് കുറുപ്പദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കും. നീ പറയൂല്ലേ? എന്തോന്ന് എനിക്കറിയില്ല. ചേട്ടൻ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നു. പിന്നെ ഇത് രാകേഷും രമേഷിന്റെ കത്താണ്. ഇതാ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്തിട്ട് വേഗം കൊണ്ട് വാ. മര്യാദക്ക് പോസ്റ്റ് ചെയ്ത് വരുന്നതാണ് നിനക്ക് നല്ലത്. നല്ലതാണ് ചീറ്റിയാണ്, പോയിട്ട് വേഗം വാടോ. എന്താ ഇവിടെ ഉണ്ടായത്? ആ പന്നി പറഞ്ഞു കേട്ടില്ലല്ലോ. പന്നേ, ഇനി അവൻ തെങ്ങ് ഞാൻ വെട്ടിയിടും. എന്താണ് സ്വഭാവം അറിയില്ല അവന്. അതാണ് ഞമ്മള് പറഞ്ഞത്. ഒരു ചെത്തുകാരൻ വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിയ ഓനെ കൊണ്ട് കഴിയും. ഞമ്മളൊരു ചുക്കും ചെയ്യാൻ ഓനെ കൊണ്ട് കഴിയൂല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ഒത്തു പിടിച്ചാ മലയും പോരും. ഇവിടെ മലയും കുന്നൊന്നുമല്ല പ്രശ്നം. ഞമ്മക്ക് ഈ തറവാട് കുളം കോരണം, അതാണ് പ്രശ്നം. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. ആ ദേ, നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. അതാണ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായി തന്നെ ഈ നമ്മളെ ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ബാപ്പനെ വിളിക്കില്ല, ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ഏറ്റല്ലോ? ഏറ്റ്. എന്താ എനിക്കൊരു സ്വകാര്യം? ഒരു ഉമ്മ തരാനാണ്. ഉമ്മ? എന്തൊരു നാറ്റം. അത് അപ്പൊക്കെ പറഞ്ഞു ഉമ്മ വെക്കുമ്പോഴൊക്കെ കറുത്ത്. കിടന്ന് കൂവാതടാ.
മര്യാദക്ക് കൈനീട്ടിക്കോ, മര്യാദക്ക് കൈനീട്ടിക്കോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനല്ലേടാ. ചേട്ടനൊക്കെ അങ്ങ് വീട്ടില്. എന്നാ പിന്നെ അഴിച്ചാം കുഴിച്ചാം നമുക്ക് ഒന്നേന്ന് കളിക്കാം. അഴിച്ചാൻ കുഴിച്ചാൻ ഒന്നും വേണ്ട, കിട്ടാനുള്ളത് കയ്യോടെ മേടിച്ചോ. സാർ എന്താ ഒരു കത്തുണ്ട് സാർ. എന്താണ് ഇരിക്കുന്നത്? പോടാ. നോക്കട്ടെ. ആരുടെ കഥ? പ്രിയപ്പെട്ട രാകേഷും രമേശ് അറിയുന്നതിന് അമ്മാവൻ എഴുതുന്നു. കഴിഞ്ഞ 6 വർഷമായി നിങ്ങളില്ലാത്ത ജീവിതം തള്ളി നീക്കിയ ഈ വയസ്സായ അമ്മാവന് ആ. ഇനിയെങ്കിലും ഒരു വിശ്രമവും മനസമാധാനവും ആവശ്യമല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്റെ ഇരു കണ്ണുകളാണ്. ഈ കത്ത് കിട്ടിയാലുടൻ എന്റെ പുന്നാര മക്കൾ ഇവിടെ ഓടിയെത്തണം. ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എനിക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ വയസ്സിനെ നിരാശനാക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി സ്വത്തുക്കൾ ഏറ്റുവാങ്ങുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പുന്നാരമ്മാവൻ കുഞ്ചുകുറുപ്പ്. ഹലോ റിസപ്ഷൻ, ഐ എം രമേഷ് ഫ്രം റൂം നമ്പർ 224. ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ടാക്സി അറേഞ്ച് ചെയ്യണം, നാട്ടിൽ പോകാനാ. ഓക്കെ, താങ്ക് യു. ആ ഡേ, നമ്മൾ കാറിലാണ് പോകുന്നതെന്നുള്ള കാര്യം മറക്കണ്ട. വഴിയിൽ ഒരുപാട് വണ്ടികൾ ഹോൺ അടിക്കും. ആ പഞ്ഞിക്കെട്ടുകൂടി എടുത്തോ, വേണ്ടി വരും. എടാ കുരുവൃത്തം കെട്ടവനെ, നിനക്ക് എപ്പോഴും ആവശ്യം ഈ പെട്രോളിയല്ലേ? കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു മദ്യപാനിയും ജനിച്ചിട്ടില്ല. ഇല്ലേ? എടാ കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു കിറുക്കനും ജനിച്ചിട്ടില്ല. ഞാൻ ഇനി കുടിക്കും, നീ എന്തോ ചെയ്യും? ചെയ്യാനൊന്നുമില്ല. വീട്ടിൽ ചെന്ന ഉടൻ അമ്മാവനോട് പറഞ്ഞ് ഇതൊന്ന് നിർത്തിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഓഹോ, അപ്പൊ നിനക്ക് തലക്ക് ആക്സിഡന്റ് പറ്റിയതും കറണ്ട് അടിച്ച് ചികിത്സിപ്പിച്ചതും ആജീവനാന്തമുള്ള നിന്റെ ഒടുക്കത്തെ മരുന്ന് കഴിപ്പും പോരാത്തതിന് PP ഹോണടി കേട്ടാൽ നിനക്കുണ്ടാവുന്ന കിളി പോലത്തെ മുഴുത്ത ഭ്രാന്തൊന്നും ഞാൻ അമ്മാവന്റെ അടുത്ത് പറയണ്ടല്ലേ? പോയി ജോലി നോക്കട്ടെ. ഈ കണക്കിന് 1-2 ഹോണടികൾ ഒന്നിച്ച് കേട്ടിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? എന്താ? അതൊക്കെ പോട്ടെ. അമ്മാവൻ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നമുക്ക് തരാൻ പോവല്ലേ? എന്താ നിന്റെ പരിപാടി? കഴിഞ്ഞ 6 വർഷമായി നമ്മൾ താമസിക്കുന്ന ഈ 5 സ്റ്റാർ ഹോട്ടലിലെ മുറിയും ഇതിലെ സാധനങ്ങളും വിട്ടുപിരിയുന്നതിൽ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ? തോന്നുന്നില്ലേന്നോ? ഈ ഇരിക്കുന്ന TVയും VCRും ഈ AC-യും ഈ ഫാനും ഈ കട്ടിലും ഈ കിടക്കയും എന്ന് വേണ്ട, കാലിന് മെത്തയായ ഈ കാർപ്പറ്റ് പോലും നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ രക്തത്തിന്റെ ഭാഗമല്ലേ? നമ്മൾ ഇവയൊക്കെ വിട്ടു പോയാലും ഇവർക്ക് ആ മനസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ, ഒരിക്കലുമില്ല. ചേതനേറ്റി കിടക്കുന്ന ഈ മിണ്ടാപ്രാണികളെ നാം ഈ തടവറയിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. എന്നാ ഇനി വൈകിക്കണ്ട, പാക്ക് ചെയ്യാം.